ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ദിവ്യ ഹീൽ മലയാളം ടാരോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടത് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. അപ്പോൾ കുറേയധികം പേഴ്സണൽ മെസ്സേജ് വരുമെന്ന്, കറണ്ട് ഫീലിങ്സ് ഇടുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. ഇപ്പോൾ കുറേ മെസ്സേജ് വരുന്നതിൽ എല്ലാം സെപ്പറേറ്റ് ഇടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നോക്കാം, അവരുടെ ഫീലിങ്സ് നോക്കാം, അവരുടെ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ, അവർ ഇപ്പം ഏത് സിറ്റുവേഷനിലാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും തന്നെ റെസൊണേറ്റ് ആകണമെന്നില്ല. കളക്റ്റീവാണ്, ടൈംലെസ് ആണ്. അപ്പോൾ നോക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് നിങ്ങളോട്. അവരുടെ സാഹചര്യം എന്താണ്, അവർ ആക്ഷൻ എടുക്കാൻ തയ്യാറുണ്ടോ നോക്കാം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. എയ്റ്റ് ഓഫ് വാൻസിന്റെ ഒരു എനർജിയാണ്. ക്യൂൻ ഓഫ് പെന്റക്കിൾ, കിങ് ഓഫ് സോർഡ്സ്, കിങ് ഓഫ് പെന്റക്കിൾ, നയൻ ഓഫ് വാൻസ്, ഹയറഫന്റ് വന്നിട്ടുണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ, നൈറ്റ് ഓഫ് സോർഡ്സ്. സിക്സ് ഓഫ് കപ്പാണ് ബോട്ടം വന്നിട്ടുള്ളത്. അവർ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അവര് ശരിക്കും ഇമോഷണലി നിങ്ങളുമായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആണ് അവർ ഈ സമയം. കാരണം നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഇതില് ഒരുപാട് കാറ്റും കോളും ഉണ്ട് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്നാണ് കാണുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ, അത് നിങ്ങളെ സംബന്ധിച്ച പ്രശ്നങ്ങൾ മാത്രമല്ല, അല്ലാതെ കുറേയധികം പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. കാർഡ് കൂടി എടുത്ത് നോക്കാം. ഹെർമിറ്റ് വന്നിട്ടുണ്ട്, സെവൻ ഓഫ് കപ്പ്, ബോട്ടം നയൻ ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, അവര് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാർ ഇതിൽ ഒരു ട്രാവൽ ചെയ്ത് വരേണ്ട ഒരു സാഹചര്യമുള്ള ആൾക്കാരുണ്ടായിരിക്കാം. ഒരു ട്രാവൽ കാർഡ് കാണുന്നുണ്ട്. അപ്പോൾ ചിലർ മനസ്സുകൊണ്ട് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. കാരണം ഒരുപാട് തടസ്സങ്ങളുണ്ട് ഈ റിലേഷൻഷിപ്പിൽ എന്നാണ് കാണുന്നത്. അതെല്ലാം നീക്കിയിട്ട് വേണം നിങ്ങളിലേക്ക് വരാൻ. അപ്പോൾ മനസ്സുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വന്നാലേ അവർക്കൊരു സ്വസ്ഥത കിട്ടുള്ളൂ എന്നൊരു അങ്ങനത്തെ ഒരു തോട്ട്സ് ആണ് ഇപ്പോൾ അവർക്കുള്ളത്. പിന്നെ ക്യൂൻ ഓഫ് പെന്റക്കിൾസും കിങ് ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളൊരു അവരുടെ തന്നെ ശരിക്കും ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട് ആണ് എന്നൊരു തോന്നലുണ്ട് അവർക്ക്. കാരണം നിങ്ങൾ ക്യൂനോ കിങ്ങോ അല്ലെങ്കിൽ അവർ സെയിം ആയിട്ടുള്ള ഒരു ഒട്ടും താഴെയല്ല എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിലുള്ള ആ ഒരു ഇമോഷൻസ് ഏറ്റവും പ്രാധാന്യമുള്ളത്, അവരെ പോലെ തന്നെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് അത്രയും റെസ്പെക്ട് തരുന്നുണ്ട്. പിന്നെ കിങ് ഓഫ് സോർഡ്സ്, ഇതിന് ഈ ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെയും കിങ് ഓഫ് പെന്റക്കിൾസിന്റെയും ഇടയിൽ ഒരു കിങ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. അതിലൊരു ജസ്റ്റിസും ഉണ്ട്, അതിലൊരു തുലാസുണ്ട്. അപ്പോൾ അവര് ഇപ്പൊ നീതി വേണമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നീതി തരണം എന്നുള്ളൊരു ബോധം അവർക്കുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ പാസ്റ്റിൽ ചിലപ്പോൾ ഇവരെന്തെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ നീതി തരണം എന്നൊരു ബോധം, ഒരു തോട്ട് അവർക്ക് വന്നതെന്നാണ് കാണുന്നത്.
അപ്പൊ അവര് എത്ര ഈഗോ ഉള്ള ആൾക്കാരാണെങ്കിലും ഒരു ഈഗോ ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കാം പാസ്റ്റില്, ചിലപ്പോ ഇപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു ഈഗോ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പൊ കുറച്ച് ബോധം വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എന്താണ് എന്നുള്ളൊരു ബോധം വരുന്നുണ്ട്. നിങ്ങൾ ജീവിതത്തില് അവരുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ള ആൾക്കാരായിരുന്നു എന്നൊരു ബോധം വരുന്നുണ്ട്. കാരണം നിങ്ങളൊരു സെയിം ആണ് എന്ന് തന്നെയാണ്, അവരുടെ തന്നെ ഒരു പകുതിയാണ്. ഒരു ശിവനും ശക്തിയും പോലെ, അല്ലെങ്കിൽ കൃഷ്ണനും രാധയും പോലെ, അങ്ങനത്തെ അത്രയും ഒരു പ്രാധാന്യം നിങ്ങൾക്ക് അവരിലുണ്ട് എന്ന് അവരിപ്പോ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ നൈൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് ശരിക്കും ഒരു വളരെ പ്രശ്നങ്ങളിലൂടെ, വളരെ സ്ട്രഗ്ലിങ്ങിലൂടെ അവർ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത്. ഒരു സ്വസ്ഥത ഇല്ലാത്തൊരു ജീവിതമാണ് ഇപ്പൊ അവർക്കുള്ളത്. ഒരു തരത്തിലും സമാധാനം ഇല്ല എന്നുള്ളതാണ്. പല വഴികളിലൂടെ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ ഈ നൈൻ ഓഫ് വാൻസ് എന്ന് പറയുമ്പം അവരാ ഒരു ആ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിയാൻ അവര് നിങ്ങളുടെ ഒരു സഹായം അവർക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അവര് ചിലപ്പം ഒരു മാനസികമായ ഒരു support ആയിരിക്കാം നിങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത്. ഇത് അവർക്ക് നിങ്ങളല്ലാത്ത വേറെ എന്തോ പ്രശ്നങ്ങളിൽ അവർ ഒരുപാട് struggle ചെയ്യുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ അവരത് end ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ universe ആയിട്ട് അവരുടെ പ്രശ്നങ്ങൾ end ആക്കാനുള്ള സമയമായി എന്നുള്ളതാണ്. ഹയറഫന്റ് ആണ്. അപ്പോ ചിലര് ഇപ്പോ വിവാഹിതരല്ലാത്ത ആൾക്കാര് ഇത് ഒരു വിവാഹത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരതിന് initiative എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ലൈഫിലുള്ള കുറെ പ്രതിബന്ധങ്ങളൊക്കെ അവര് end ആക്കി അവര് ഒരു വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് തന്നെ അങ്ങനെ ആണ് നിങ്ങൾ ഒരുമിക്കേണ്ടത് എന്നുള്ളൊരു ബോധം അവർക്ക് വരുന്നുണ്ട് പലർക്കും. അപ്പൊ പിന്നെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോ അവരുടെ ആ ഒരു സമയം അനുകൂലമാകണം. അപ്പൊ അവര് വെയിറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് സമയം ഒരു വെയിറ്റ് ചെയ്യണം എന്ന് അവർക്ക് നേരത്തെ തോന്നിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്നുണ്ട് അവര് ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോവുള്ളൂ. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനോ വേറെ ആരും തന്നെ ഉണ്ടാകണം എന്നില്ല. ചിലപ്പോ അത് അവര് തന്നെ വേണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സമയം അനുകൂലമാണ്, ഒരു വിവാഹം എന്നുള്ള രീതിയിലൊക്കെ സമയം അനുകൂലമാണ് എന്നാണ് കാണുന്നത്. പിന്നെ ഇത് എല്ലാവർക്കുമുള്ള reading അല്ല, ഇത് bachelors ന് മാത്രമാണ് ഇങ്ങനത്തെ ഒരു energy വരുന്നത്. അങ്ങനെ അല്ലാത്തവർക്ക് ഒരു വിവാഹം അല്ലെങ്കിലും ഒരു union ആണ് കാണുന്നത്. പിന്നെ Knight of Swords ന്റെ energy ആണ്. തീർച്ചയായിട്ടും ഇതിലും ഈ ഒരു Knight of Swords ല് രണ്ട് വ്യക്തികളുണ്ട്. അപ്പൊ നിങ്ങളെ കൊണ്ടുപോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിലും ഒരു travel card ആണ്. ഇതും travel ആണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളെ അവരിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകണം എന്ന് അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് ഈ സമയം. പിന്നെ ഇതിൽ ഹെർമിറ്റ് വന്നിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ഹെർമിറ്റ് ശരിക്കും ആക്ഷൻ എടുക്കാൻ തീരുമാനിക്കുന്ന ഒരു എനർജി ആണിത്. ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ ഒരു സന്യാസിയാണ്. പക്ഷേ ഈ ഒരു സന്യാസി അവരുടെ കാര്യങ്ങൾ സ്വയം ആക്ഷൻ എടുത്താലേ പറ്റുള്ളൂ. ഇപ്പൊ മറ്റുള്ളവർക്ക് ഇപ്പൊ വിളക്കാകേണ്ടവരാണ്. ഇപ്പൊ ചിലപ്പോ ഈ വ്യക്തിയുടെ ഒരുപാട് ശരിക്കും ഒരുപാട് ബാധ്യതകൾ ഈ ആളുടെ തലയിൽ ഉണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ടായിരിക്കാം നിങ്ങളുമായിട്ടൊരു യൂണിയന് പറ്റാത്തത്, അല്ലെങ്കിൽ ഒരുപാട് ബ്ലോക്കേജസ് ഉണ്ടായിരിക്കാം. പക്ഷേ ഈ വ്യക്തി എന്തായാലും അതൊക്കെ മാറ്റിയിട്ട് നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സെവൻ ഓഫ് കപ്സ് ആണ്. അപ്പോ ശരിക്കും വേറെ കുറെ അധികം ചോയ്സ് ഉണ്ട്. പക്ഷെ അവർ നിങ്ങളെ ചൂണ്ടുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ വേണം, ഈ ഒരു കപ്പില് നിങ്ങളാണ് വേണ്ടത് എന്നുള്ളൊരു ഒരു ഡിസിഷൻ അവർ എടുക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ത്രീ ഓഫ് സോഴ്സിന്റെ എനർജി ആണ് ഇതില്. ശരിക്കും പാസ്റ്റില് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത്, ഇവരും നിങ്ങളും തമ്മിൽ. പക്ഷെ ഇപ്പോ ശരിക്കും അവർക്ക് ആ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെ അവര് കടന്നു പോകുന്നു എന്നുള്ളതാണ്. അവർക്ക് ഒട്ടും തന്നെ താങ്ങാൻ പറ്റാത്ത ഒരു സമയമാണ്. അങ്ങനത്തെ അത്രയും ഒരു മോശം സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നാണ് ഈ ത്രീ ഓഫ് സോഴ്സ് പറയുന്നത്. ശരിക്കും
ഡീപ്പായിട്ടുള്ള ഇഷ്യൂ ഉണ്ട്. ചിലപ്പോൾ അവരുടെ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അതിലായിരിക്കാം. അപ്പൊ 3 of swords എന്ന് പറയുമ്പോൾ ഇതില് ഒരു വേറൊരു തേർഡ് പാർട്ടി, നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നെങ്കിൽ അവരുമായിട്ടൊരു ഇഷ്യൂ, വളരെ വലിയൊരു ഇഷ്യൂ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അതിലിവര് ഒരുപാട് ശരിക്കും മാനസികമായി ഒരു തകർന്നു പോയൊരവസ്ഥയും കൂടിയാണ്. അത് എല്ലാവർക്കും അങ്ങനെ ആകണം എന്നില്ല കേട്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസും ആയിരിക്കാം. 10 of Pentacles ആണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരുമായിട്ട് ഒരുമിച്ചൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോ ഈ ആള് ചിലപ്പോ ഇത് നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോ നിങ്ങൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ എല്ലാരെയും കൂട്ടി യോജിപ്പിച്ച് ഒരുമിച്ച് ജീവിക്കണം എന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അല്ലാതെ ആരെയും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ ഉള്ള ഒരു മെസ്സേജ് ആണിത്. ചിലപ്പോ നിങ്ങളുടെ ഫാമിലി ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ആയിരിക്കും നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നതെങ്കിൽ ശരിക്കും അവരെ ഒഴിവാക്കി കളയാനല്ല ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്, അവരെയും കൂടെ ചേർത്ത് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. കിങ് ഓഫ് വാൺസിന്റെ എനർജി ആണ്. അപ്പോ ഈ ആളായിരിക്കാം ആ ഒരു വീട്ടിലെ ഏർണിംഗ് മെമ്പർ. അപ്പോൾ അതിന്റെ ഒരു പവർ ഇവർ എടുക്കണം എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. നേരത്തെ എല്ലാ കാര്യങ്ങളും നോക്കിയാലും ചിലപ്പോൾ ഇവരുടെ ഡിസിഷൻ എടുക്കുന്നത് മറ്റുള്ളവരായിരിക്കും. പക്ഷേ ഈ സമയം ഇവര് തിരിച്ചറിയുന്നുണ്ട്, ഞാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊരു ചിന്ത ഈ ഒരാളിനുണ്ട്. കിങ് ഓഫ് പെന്റക്കിൾസ് വീണ്ടും വേറൊരു ഡെക്ക് നിന്ന് എടുത്തതാണ്. കിങ് ഓഫ് പെന്റക്കിൾസ് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരാളിന്റെ ആ ഒരു കുടുംബത്തിലെ ഏർണിംഗ് മെമ്പർ, അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും നടത്തേണ്ടത് ഈ വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടത്തേണ്ടത് ഈ വ്യക്തി മാത്രമായിരിക്കാം. പക്ഷേ ആക്ഷൻ എടുക്കുന്നുണ്ട് എന്ന് ആണ് കാണുന്നത്. അവര് അത് തിരിച്ചറിയുന്നുണ്ട്, അവർക്ക് ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. ഇപ്പോ ഇനി അത് വെയിറ്റ് ചെയ്യാൻ പറ്റണില്ല അവർക്ക്. നിങ്ങളുമായിട്ടൊരു യൂണിയൻ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ അവര് ശരിക്കും ഒരു ആക്ഷൻ ഉടൻ തന്നെ എടുക്കും എന്നാണ് കാണുന്നത്. ത്രീ ഓഫ് കപ്സ് ആണ്. ഈ ഒരു ത്രീ ഓഫ് കപ്സ് ശരിക്കും വിഷമിക്കുന്ന ഒരാളാണ്. എയ്റ്റ് ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നു എന്നുള്ളതാണ്. കാരണം അവർക്ക് ഒരുപാട് ഇപ്പോ പറഞ്ഞല്ലോ, ഒരുപാട് തിരക്കുണ്ട്, ഒരുപാട് ബാധ്യതകളുണ്ട്. പക്ഷേ എന്ത് തന്നെ ആയാലും നിങ്ങൾ വേണം, അവരിലേക്ക് നിങ്ങൾ വേണമെന്ന് അവര് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോ നിങ്ങളില്ലാത്തതിന്റെ ആ ഒരു വിഷമം, അവരുടെ കൂടെ ഇല്ലാത്തതിന്റെ ആ വിഷമം തീർച്ചയായിട്ടും അവര് മനസ്സിലാക്കുന്നു. ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, ഇതിലും കിങ് ഓഫ് പെന്റക്കിൾസും ക്യൂൻ ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്. ഇതിലും കിങ് ഓഫ് പെന്റക്കിൾസും ക്യൂൻ ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങളും അവരും തമ്മിലുള്ള ആ ഒരു ഇന്റിമസി കാണിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡിനെ കാണിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ നിങ്ങള് അവരും സെയിം എനർജി ആണ് എന്നുള്ളതാണ്. ചിലപ്പോൾ പാസ്റ്റ് ലൈഫില് ഹസ്ബൻഡ് വൈഫ് ആയിരുന്ന ആൾക്കാരായിരിക്കാം. അത് ഇപ്പൊ അവര് മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ സോൾമേറ്റ്സ് ആയിരുന്നു, നിങ്ങൾ കഴിഞ്ഞ ജന്മങ്ങളിലും നിങ്ങൾ ഒരുമിച്ച് ജീവിച്ച ആൾക്കാരായിരിക്കാം. ശരിക്കും ഇപ്പൊ നമുക്ക് ഒരുപാട് ജന്മങ്ങളുണ്ട്. അപ്പൊ പലരും ചിലപ്പോൾ നമ്മളുടെ ആ ഒരു സോൾ ഫാമിലി എന്ന് പറയുമ്പോൾ ഈ ജന്മത്തിൽ അവര് കുട്ടികളാകാം, ഹസ്ബൻഡ് ആകാം, സിബ്ലിങ്സ് ആകാം, അങ്ങനെ നമ്മളുടെ ഫാമിലിക്കകത്തുള്ള ആരും തന്നെ ആകാം. പക്ഷേ ഈ ഒരു റീഡിങ്ങിൽ ശരിക്കും ഹസ്ബൻഡ് വൈഫ് തന്നെ ആയിരുന്നു എന്നാണ് കാണുന്നത്. ഒരു ഹസ്ബൻഡ് ഫിഗറും വൈഫ് ഫിഗറും ആണ് കൂടുതലും കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളും അവരും അങ്ങനെ ആയിരുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ ഇപ്പൊ അവർക്ക് ആ ഒരു ബോധമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അവരുടെ ആരായിരുന്നു എന്നുള്ളൊരു ബോധം അവർക്കുണ്ട്.
സൺ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഒരു മെമ്മറീസ് അവർക്ക് വളരെയധികം ആശ്വാസമാണെന്നാണ് കാണുന്നത്. ഈ സാഹചര്യം വളരെ മോശമാണ് അവരെ സംബന്ധിക്കുന്നിടത്തോളം. അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മകള് അവർക്ക് വളരെ ആശ്വാസമാണ്. ഇതില് കുറേയധികം ആൾക്കാർക്കും ഉടൻ തന്നെ യൂണിയൻ ഉണ്ടാകാനാണ് സാധ്യത ട്ടാ. അപ്പോൾ നിങ്ങളുടെ സാഹചര്യവുമായിട്ട് യോജിക്കുന്നത് എടുക്കുക. കാരണം ഈ സമയം അവര് നിങ്ങളുടെ വില മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ എന്തായിരുന്നു past ൽ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഒരു past life connection അവര് മനസ്സിലാക്കുന്നുണ്ട്. Ace of Swords ന്റെ ആണ്. അപ്പൊ എത്ര പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും എത്ര challenges ഉണ്ടെങ്കിലും അവർ ആലോചിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഈ ഒരു challenges മാറ്റി നിങ്ങളിലേക്ക് വരാമെന്ന്. കാരണം ഇപ്പൊ അവർക്ക് അതിനുള്ള ഒരു കരുത്തുണ്ട് എന്നുള്ളതാണ്. past ല് അവർക്ക് മറ്റുള്ളവരുടെ ഭയമായിരുന്നായിരിക്കാം. മറ്റുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ നിങ്ങളെക്കാളും കൂടുതൽ പ്രാധാന്യം അവർ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ശരിക്കും action എടുക്കാതിരുന്നുവെങ്കിൽ ഇപ്പൊ അവർക്ക് അങ്ങനെയല്ല. നിങ്ങളാണ് ഏറ്റവും important എന്ന് അവർ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ എന്ത് challenge ഉം ഏറ്റെടുക്കാൻ അവർ തയ്യാറുമാണ്. അപ്പൊ അത്രയും ഒരു തന്റേടം അവർക്ക് വന്നു കഴിഞ്ഞു എന്നാണ് കാണുന്നത്. എംപ്രസ് ആണ്. അപ്പൊ ശരിക്കും നിങ്ങളെ മറ്റുള്ളവരെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഫിഗർ ആയിരിക്കും നിങ്ങള്. നിങ്ങള് ഇപ്പൊ ഈ വ്യക്തിയുമായിട്ട് ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടും നിങ്ങൾ നന്നായിട്ടായിരിക്കും ഇപ്പൊ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മറ്റുള്ളവരോട് ചോദിച്ച് ഇവര് നിങ്ങളെ പറ്റി മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അറിയുന്നുണ്ടായിരിക്കാം അവര് നിങ്ങളെ കുറിച്ച്. അപ്പോ ശരിക്കും നിങ്ങളോട് വളരെ റെസ്പെക്ട് ആണ് എന്നാണ് കാണുന്നത് ട്ടോ. Four of Swords ന്റെ ഒരു എനർജി ആണ്. ശരിക്കും അവര് ഒരു ചിന്തിക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ. നിങ്ങളുടെ past ലെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നവര് ശരിക്കും അവർക്ക് ഇപ്പൊ ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ്. ഇത് ജസ്റ്റിസും വന്നിട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതി കിട്ടണം എന്നാണ്. ഇതില് അപ്പോ നിങ്ങളോട് അനീതി കാണിച്ചു എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളോട് കാണിച്ചതൊന്നും ശരിയായ കാര്യമല്ല. നിങ്ങളോട് അനീതിയാണ് കാണിച്ചത്. പിന്നെ ഇതിലൊരു ബോട്ടം വന്നത് ഒരു 3 of Wands ന്റെ എനർജി ആണ്. അപ്പോ ശരിക്കും അവരിപ്പോ ആലോചിക്കുന്നത് നിങ്ങളിലേക്ക് വരാൻ മാത്രമാണ് എന്നുള്ളതാണ് കാണുന്നത്. അവർക്ക് ഒരുപാട് വിഷമമുണ്ട് ഈ ഒരു past ൽ നിങ്ങളെ ഉപേക്ഷിച്ചതില് അല്ലെങ്കിൽ നിങ്ങളോട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൽ അവർക്ക് ഒരുപാട് വിഷമമുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട്. പിന്നെ sun card ആണ്. അപ്പൊ union കുറേയധികം ആൾക്കാർക്കും union ഉണ്ട്. അപ്പൊ union ഇല്ലാത്തതല്ല ഇതില് separation അല്ല കാണുന്നത് union ആണ്. ഇപ്പൊ എന്ത് തന്നെ സാഹചര്യത്തിലായാലും നിങ്ങൾ അത് വിഷമിക്കേണ്ട എന്നുള്ളതാണ്. ഇപ്പൊ പലരും ഇപ്പൊ breakup ആയിരിക്കാം. ഒരു contact ഉം ഇല്ലാതായിരിക്കാം. ചിലപ്പോ അവര് നിങ്ങളെ കുറ്റം പറയുന്ന ഒരു ഇത് മാത്രമായിരിക്കാം. നിങ്ങളെക്കുറിച്ച് അവര് ഒന്നും നല്ലത് പറയുന്നുണ്ടായിരിക്കില്ല. അത് കേട്ടിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് കാണുന്നത്. നിങ്ങളിലേക്ക് അവര് വരുന്നുണ്ട്. കാരണം നിങ്ങളോട് എന്താണ് അവര് express ചെയ്താലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവരുടെ ആത്മാവ് അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്താണെന്ന്. അത് അവർക്ക് തിരിച്ചറിയാനും പറ്റുന്നുണ്ട്. ലവേഴ്സ് കാർഡ് തന്നെ കിട്ടിയിട്ടുണ്ട്. മൂൺ കാർഡും കിട്ടിയിട്ടുണ്ട്. അപ്പോ നിങ്ങളെന്ന് പറയുന്നത് ഇതില് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇതില് കിങ് ഓഫ് വാൺസും അല്ല കിങ് ഓഫ് പെന്റക്കിളും ക്വീൻ ഓഫ് പെന്റക്കിളും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ ഇതിലിപ്പോ ലവേഴ്സും കൂടെ വന്നപ്പോ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ശരിക്കും നിങ്ങളും അവരും ഒരു പകുതിയാണ് എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. ചിലപ്പോ അവര് വേറെ ഏത് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നാലും past ൽ ചിലപ്പോ വേറെ റിലേഷൻഷിപ്പ് അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് പോയി എന്നാണ് കാണുന്നത്. അപ്പൊ നിങ്ങളെന്ന് പറയുന്നത് ഇപ്പൊ കൃഷ്ണനും രാധയും പോലത്തെ ഒരു അവരുടെ തന്നെ പകുതിയാണ് നിങ്ങൾ എന്നുള്ള ഒരു feel അവർക്ക് ഇപ്പൊ ഉണ്ട്. മൂൺ കാർഡ് ആണ്. അപ്പൊ ഒരു psychic ability ആണ്. അവർക്ക് പല കാര്യങ്ങളും ഇപ്പൊ മനസ്സിലാകുന്നുണ്ട്. ചിലപ്പോ ഇത് രണ്ടും കൂടെ നമുക്ക് ചേർത്ത് വായിക്കുമ്പോ അവർക്ക് തന്നെ തോന്നുന്നു അവരുടെ ഒരു മനസ്സിൽ നിങ്ങളും അവരും യഥാർത്ഥത്തിൽ ഒരു
ഒരു സോൾമേറ്റോ ട്വിൻ ഫ്ലെയിമോ അങ്ങനത്തെ ഒരു എനർജി ആണ് എന്ന് തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയും അവർക്കുണ്ട്. നിങ്ങൾ വന്നാൽ മാത്രമേ അവർക്ക് പൂർണ്ണതയുള്ളൂ എന്നുള്ളതാണ്. ഇതിൽ സണ്ണും വന്നിട്ടുണ്ട്, സൺ കാർഡും വന്നിട്ടുണ്ട്, മൂൺ കാർഡും വന്നിട്ടുണ്ട്. അതും ഒരു ബാലൻസ് ആണ്. ഇപ്പൊ നിങ്ങളുടെ ഇരുട്ട് ഒക്കെ മാറിയിട്ട് വെളിച്ചം വരുന്നുണ്ട്. ഇപ്പൊ സണ്ണും മൂണും വേണമല്ലോ നമുക്ക്. നമുക്ക് രണ്ടും വേണം. രാത്രിയും പകലും വേണമെങ്കിൽ നിങ്ങൾ രാത്രിയും പകലും പോലെയാണ് എന്നുള്ളതാണ്. രാത്രിയും പകലും വേണം നമുക്ക് ബാലൻസ് വേണമെങ്കിൽ. അപ്പൊ ഇതിൽ സണ്ണും മൂണും വന്നിട്ടുണ്ട്. അപ്പൊ രാത്രിയും പകലും പോലെയാണ്, കൃഷ്ണനും രാധയും പോലെയാണ്, രാജാവും രാജ്ഞിയും പോലെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു എനർജി ഇപ്പൊ അവർക്ക് ഈ ഒരു സമയം അവർക്ക് അങ്ങനെയാണ് തോന്നുന്നതെന്ന് ആണ് ഇതിൽ കിട്ടുന്നത്. ഇതില് എത്ര പേർക്ക് ഈ ഒരു എനർജി ഫീൽ ഉണ്ട് എന്ന് എനിക്ക് അറിയില്ല. ഇത് കാണുന്ന കുറച്ചധികം ആൾക്കാർക്ക് ഇത് സെയിം എനർജി ആയിരിക്കാനാണ് സാധ്യത. അപ്പൊ ഇതാണ് ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ്. അപ്പോ ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആയി തോന്നിയാൽ കമന്റ് ചെയ്യുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടാൽ ഞാനുമായിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് കിട്ടും. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി.